ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ LP സ്കൂളിൻ്റെ സമീപത്താണ്. ഈ പുഴയുടെ അക്കരെയുള്ള ചില ആളുകളും ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. എനിക്കൊപ്പം ഉള്ളത് ഷാഫി എന്ന് പറയുന്ന ഈ പ്രദേശവാസിയാണ്. ഷാഫി വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു, ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു. ഷാഫിയുടെ ഉപ്പയും ഉമ്മയും സഹോദരിയും ഈ അപകടത്തിൽ ഷാഫിക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ അപകടം ഉള്ളതിന് മുൻപ് ഈ ഷാഫിയുടെ കുടുംബമൊക്കെ തന്നെ ഈ ഭാഗത്തെ പാടിയിലേക്ക് മാറുകയായിരുന്നു, സുരക്ഷിത സ്ഥാനം തേടി ഈ ഭാഗത്തേക്ക് മാറുകയായിരുന്നു. പക്ഷേ ആ ഭാഗത്തേക്കാണ് കൂടുതൽ ഉരുൾപൊട്ടി എത്തിയത്. അത്തരത്തിലാണ് ഒരു അപകടം ഉണ്ടായത്. ഷാഫിക, ശരിക്കും അന്ന് ഇവര് വീട്ടിൽ തന്നെയായിരുന്നോ, വീട്ടുകാരുണ്ടായിരുന്നു? അതെ, വീട്ടിൽ തന്നെ ഉണ്ടായത്. രാത്രി ഞാൻ മാറാൻ പറഞ്ഞു, മേപ്പാടിയിലൊക്കെ എടുക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞ് അന്ന് മഴ കുറവായിരുന്നു അത്രേ. അപ്പോൾ ഒരു ഇവിടെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയി നിൽക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി നിന്നതാണ്. പിന്നെ അറിയണത് ഒരില്ല, കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഇപ്പ ഇമ്മ പെങ്ങള്, പിന്നെ പെങ്ങളെ വീട്ടിലുള്ള ഉമ്മാന്റെ പെങ്ങളുണ്ട്, അനിയത്തിന്റെ മോള്, ഭർത്താവ്, പിന്നെ എൻ്റെ ഒരു സുഹൃത്തിന്റെ അളിയുണ്ട്, അലിയുടെ വൈഫ്. അവർ രണ്ടാളും രക്ഷപ്പെട്ട്. പക്ഷെ അവർ രണ്ട് മക്കൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. പാടിന്റെ ഭാഗത്തേക്കാണ് അവർ മാറിയത്? അത് ഈ ഇതിലേക്കാണ് പോയത്. ഈ അപകടം നടക്കുന്നതിന് ഒരു മണിക്കൂറുകൾക്ക് മുമ്പാണോ? അല്ല, അന്ന് ഉച്ചന്റെ ശേഷം ഞാൻ മാറി, വീട്ടിൽ നിന്ന് മാറി. ഇവിടെ ഡേഞ്ചർ നിങ്ങൾ കാണുന്നില്ലേ, അവിടെ ഡേഞ്ചറാന്ന് പറഞ്ഞിട്ട് ഞാൻ മാറാൻ പറഞ്ഞു. അവിടുത്തെ ടൗണിലേക്ക് മാറാൻ പറഞ്ഞപ്പോ അവരെന്തോ ഇവിടെ നിന്ന് സുരക്ഷിതം വിചാരിച്ച് നിന്നതാ. ബോഡി പെട്ടെന്ന് തന്നെ കിട്ടിയായിരുന്നു. ഞാൻ ഇവിടെ വരുമ്പോ എല്ലാം കിട്ടിയിട്ടുണ്ട്, എല്ലാവരും ഐഡന്റിഫൈ ചെയ്തിട്ട് ഞാൻ വരുമ്പോ അങ്ങനെയാണ് ഉണ്ടായത്. ഏത് മേഖലയിൽ കിട്ടുന്ന? ഇവിടെ തന്നെ കിട്ടി. താഴ്ത്തു പോയിട്ടില്ല. ഇല്ല. ഈ ഭാഗത്ത് കൂടുതൽ പേരെ കണ്ടെത്താനുണ്ടോ? ഈ ഭാഗത്തു നിന്ന് ഒരുപാട് പേരെ കിട്ടാനുണ്ട്. ഇവിടുന്ന് ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 17ഓളം മിസ്സിംഗ് ആണ്. ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല, ബോഡി ഒന്നും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഏതൊക്കെ മേഖലയിൽ നിന്ന്? മട്ടം മേഖലയിൽ നിന്ന്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തിന്റെ വാപ്പിയും വേണ്ടി, ഇല്ലിയാസ് എന്ന് പറഞ്ഞ, അവന്റെ ലത്തീഫ്, പിന്നെ റൈഹാൻ, റഹ്മത്ത്, പിന്നെ ബദർ എന്ന് പറഞ്ഞിട്ട് ഒരാള്, പിന്നെ എൻ്റെ വല്യമ്മ ചൂരമലുണ്ട്. എൻ്റെ വല്യമ്മാനെയും എൻ്റെ അമ്മോന്റെ വൈഫിനെയും കിട്ടാനാണ്. ഈ തിരച്ചിൽ ഈ ഭാഗത്ത് നടക്കുന്നില്ലേ? ശരിക്കും നടക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ ഈ വീട്ടിൽ ആളുണ്ടായിട്ടില്ല. ഇവര് നോക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ, ഈ ഒരു സർക്കിളിലാണ്. പക്ഷെ അവർക്ക് എത്തിപ്പെടാൻ പറ്റില്ലെന്നാണ് അവർ പറയണത്. അവർ ശരി തന്നെ അല്ലത്. നമുക്ക് എന്താ പറയാ, നിസ്സഹായം. അത്രേ ഉള്ളൂ. എന്തായാലും ഇതാണ് ഷാഫിയുടെ സാഹചര്യം. ഷാഫിയുടെ ഉപ്പയും ഉമ്മയും സഹോദരിയും അടക്കമുള്ളവർ ഈ അപകടത്തിൽ ഷാഫിക്ക് നഷ്ടപ്പെട്ടു. അവരൊക്കെ തന്നെ ആ ദിവസം അന്ന് ഉച്ചയ്ക്ക്, ഈ അപകടം നടന്നതിൻ്റെ തലേ ദിവസം ഉച്ചക്കാണ് ഈ ഭാഗത്തേക്ക് മാറിയത്. അതായത് ഈ പുഴയുടെ ഈ മറുകരയിലേക്ക്, മുണ്ടക്കൈ സ്കൂൾ അടക്കമുള്ള മേഖലയിലെ പാടിയുടെ ഭാഗത്തേക്ക് മാറിയത്. പക്ഷേ ആ ഭാഗത്താണ് അപകടമുണ്ടായത്. അങ്ങനെയാണ് ഉപ്പയും ഉമ്മയൊക്കെ തന്നെ നഷ്ടപ്പെട്ടത്. എന്തായാലും കൂടുതൽ പേരെ ഇവിടെ നിന്ന് കണ്ടെത്താനുണ്ട് എന്നാണ് ഷാഫി പറയുന്നത്. ഇവരുടെ നാട്ടിലെ നിരവധി ആളുകൾ, 70ഓളം പേരെങ്കിലും ഈ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്, ഈ ഭാഗത്ത് മണ്ണിനടിയിലുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ വലിയ ചളിയാണ്. അതുകൊണ്ട് തന്നെ ഹിറ്റാച്ചി അടക്കം ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയ്ക്ക് പോലും പരിമിതികളുണ്ട്. അത്തരത്തിൽ പരിശോധന നടക്കാത്തൊരു സാഹചര്യമുണ്ട്. ഈ മേഖലയിലേക്ക് കൂടി കാര്യക്ഷമമായ പരിശോധന വേണമെന്നാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മുണ്ടക്കൈ സ്കൂളിന് സമീപത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ.